നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 4-നാണ് പത്രസമ്മേളനം. കേരളത്തിനൊപ്പം തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, ആസാം എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിൽ ഏപ്രിൽ 17-നും 22-നും ഇടയിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നാണ് സൂചന. മെയ് ആദ്യവാരമോ രണ്ടാം വാരമോ ഫലപ്രഖ്യാപനം ഉണ്ടായേക്കും. 2021 ഏപ്രിൽ 6-നായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 2-നായിരുന്നു ഫലപ്രഖ്യാപനം. ആകെയുള്ള 140-ൽ 99 സീറ്റുകൾ നേടിയാണ് LDF തുടർഭരണം നേടിയത്. 1997-നു ശേഷം തുടർച്ചയായി രണ്ടാം തവണയും ഭരണമുന്നണിക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞ ആദ്യ സന്ദർഭമായിരുന്നു അത്. UDF-ന് 41 സീറ്റുകളാണ് അന്ന് നേടാനായത്. അതേസമയം NDA-ക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. 2016-ൽ നേടിയ നിയമവും BJP-യെ കൈവിടുന്നതായിരുന്നു കാഴ്ച. വോട്ട് വിഹിതപ്രകാരം LDF ഏകദേശം 45.4% വോട്ടുകൾ നേടി. UDF-ന് 39.5% വോട്ടും NDA-ക്ക് 12.4% വോട്ടും ലഭിച്ചു. മൊത്തം പോളിംഗ് ശതമാനം 76% 2016-ലെ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ LDF-ന് വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു. എന്നാൽ NDA-യുടെ പിന്തുണയിൽ കാര്യമായ ഇടിവാണ് ഉണ്ടായത്. ഇത്തവണയും ഭരണം നിലനിർത്തുമെന്നാണ് LDF-ന്റെ അവകാശവാദം. പിണറായി വിജയൻ തന്നെയാണ് ഇക്കുറിയും LDF-നെ നയിക്കുക. അതേസമയം എന്തു വില കൊടുത്തും ഭരണം പിടിക്കാനുള്ള തന്ത്രവുമായാണ് UDF തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ കൂറ്റൻ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലഭിക്കുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. അതേസമയം ഇക്കുറിയെങ്കിലും താമര വിരിയിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് NDA ക്യാമ്പിൽ നടക്കുന്നത്. 100ഓളം സീറ്റുകളിൽ മുന്നണി മത്സരിക്കുമെന്നാണ് വിവരം. തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ വൻ വിജയം നേടാനാകുമെന്നും BJP പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തേർഡ് ഐ ന്യൂസ്.